ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് മാവൂരിലാണ്. കേരളത്തിന്റെ വ്യാവസായിക വിപ്ലവം ലക്ഷ്യമിട്ടാണ് മാവൂരിലെ 350-ലധികം ഏക്കർ ഭൂമി ആദിത്യ ബിർള ഗ്രൂപ്പിന് നൽകിയത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വ്യവസായ യൂണിറ്റ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നാൽ ഇതിനുശേഷം 2 പതിറ്റാണ്ട് കഴിയുമ്പോഴും അവിടെ യാതൊരു വ്യാവസായിക പ്രവർത്തനങ്ങളും നടക്കുകയോ അല്ലെങ്കിൽ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കൊപ്പം നാട്ടുകാർ തന്നെയുണ്ട്. അവർ ഈ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വർഷങ്ങളായി സമരത്തിലുമാണ്. എന്താണ് ശരിക്കും ഈ മാവൂരിൽ സംഭവിച്ചത്? മാവൂരിൽ ഏകദേശം 360 ഏക്കർ ഭൂമിയാണുള്ളത്. ഇതിൽ 200 ചില്ലാനം ഏക്കർ ഭൂമി അന്നത്തെ സർക്കാർ 1957 സർക്കാർ നാട്ടുകാരിൽ നിന്ന് അക്വയർ ചെയ്ത് ഗ്രാസിമിന് കൈമാറിയ ഭൂമിയാണ്. ബാക്കി 150ഓളം ഏക്കർ ഭൂമി ഇവർ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത ഭൂമിയുണ്ട്. ഈ 200 ചില്ലാനം ഏക്കർ ഭൂമി എന്ന് പറയുന്നത് വളരെ വ്യക്തമായ എഗ്രിമെന്റോടുകൂടിയാണ് കൊടുത്തത്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഈ ഗ്രാസിം മാനേജ്മെന്റ് എന്ന് വ്യവസായം നിർത്തുന്നോ അന്ന് ഇത് സർക്കാരിലേക്കോ അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ജന്മികൾക്കോ ഇത് തിരിച്ചു കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയിലാണ് ഈ ഭൂമി അന്നത്തെ സർക്കാർ ഗ്രാസിമിന് കൈമാറിയത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. തൊഴിലാളി സമരത്തിന്റെ പേരും പൊല്യൂഷൻ സമരത്തിന്റെ പേര് പറഞ്ഞ് ഇവർ സത്യത്തിൽ ഈ ഫാക്ടറി ഇവിടെ നിർത്തുകയാണ് ചെയ്തത്. ഈ ഗ്രാസിമിനെ സംബന്ധിച്ചിടത്തോളം ബിർള മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ കിട്ടാവുന്ന രീതിയിലുള്ള ടെക്നോളജിയും മലിനീകരണം തടയാനുള്ള ടെക്നോളജി കൊണ്ടുവരാൻ സാധിക്കുന്ന മാനേജ്മെന്റാണ് ബിർള മാനേജ്മെന്റ്. അതിനു മുതിരാതെ നാട്ടുകാരുടെ തലയിൽ ഇങ്ങനെ ഒരു പ്രയാസം എടുത്തു വെച്ചുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് 1999 ഈ ഫാക്ടറി ഷട്ട് ഡൗൺ ചെയ്തു. അതിനുശേഷം 2000 മുഴുവൻ തൊഴിലാളികളെയും കോമ്പൻസേറ്റ് ചെയ്തിട്ട് പിരിച്ചുവിടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇതിനകത്തുള്ള മരങ്ങൾ വ്യാപകമായി വെട്ടിമുറിച്ച് വിൽക്കുകയാണ് ലോക്കൽ മാനേജ്മെന്റും അവർക്ക് സഹായിക്കുന്ന ചില ആളുകളും പുറത്തുള്ള ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മാവൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു ഡിമാൻഡാണുള്ളത്. നേരത്തെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നത് ഗ്രാസിം ഇവിടെ ഒരു പുതിയ വ്യവസായം തുടങ്ങണമെന്നായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മുദ്രാവാക്യം മാറ്റി മാവൂർ ഗ്രാസിം മാവൂർ വിടുക എന്നുള്ളതാണ്. അതിന് വ്യക്തമായൊരു കാരണം പറയാൻ കാരണം ഇത് കഴിഞ്ഞ VS ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് പോയി. അത് ഗ്രാസിം മാനേജ്മെന്റ് സ്റ്റേ ചെയ്തു. പക്ഷെ സ്റ്റേ ചെയ്തതിന് ശേഷം അന്നത്തെ ഈ ഭൂമി ഏറ്റെടുക്കുന്ന സ്പിരിറ്റ് പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കാണിച്ചില്ല. ഏകദേശം 24 തവണ ഈ കേസ് കോടതിയിൽ വിളിച്ചിട്ടും സർക്കാർ വക്കീൽ അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും തയ്യാറാകാതെ ഗ്രാസിമിന് വേണ്ടി വഴിമാറിപ്പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സമരസമിതിയുടെ ചെയർമാൻ ശ്രീ രാജേന്ദ്രൻ, കേരള പ്രവാസി അസോസിയേഷന്റെ രാജേന്ദ്രൻ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതോടുകൂടി ഈ കേസിന്റെ സ്വഭാവം മാറാൻ പോവുകയാണ്. അതിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ വ്യക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ ഞങ്ങളുടെ മുദ്രാവാക്യം ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം, എന്നിട്ട് പുതിയൊരു വ്യവസായമോ എന്തായിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംരംഭം ഇവിടെ തുടങ്ങണം. അതല്ലെങ്കിൽ ഇത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം. ഈ രണ്ടാണ്. ഒന്നാമത്തത് ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഗ്രാസിം ഇതിന് ഒന്നുമായിട്ടും സഹകരിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ സമരത്തിന്റെ പ്രധാന വിഷയം. ഈ ഗ്രാസിം ഭൂമി സർക്കാർ ഏറ്റെടുക്കുക, ഗ്രാസിം മാനേജ്മെന്റ് മാവൂർ വിട്ടുപോകുക. ഇങ്ങനെ പറയാനുള്ളൊരു കാരണം മാവൂർ എന്ന് പറയുന്നത് വളരെ ചെറിയ വിസ്തൃതിയുള്ളൊരു പഞ്ചായത്താണ്. 21 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ മാവൂരിൽ 360 ഏക്കർ ഭൂമി ഒരു മാനേജ്മെന്റിന്റെ കയ്യിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു സാധ്യതയില്ല. ഒരു IT ഒരു ഗവൺമെന്റ് കോളേജോ ഒരു എന്തിനേറെ പറയുന്ന ഒരു ഫയർ സർവീസ് സ്റ്റേഷൻ തുടങ്ങാൻ പോലും സ്ഥലമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് മാവൂരിലുള്ളത്. അതുകൊണ്ട് മാവൂരിന്റെ ഹൃദയഭാഗത്തുള്ള ഭൂമി അത് മാവൂർക്കാർക്ക് തിരിച്ചു കൊടുക്കണം. ഇത് ഞങ്ങളെ വ്യക്തമായിട്ടുള്ള ഈ ഒരുപാട് പദ്ധതികൾക്ക് ഭൂമിയില്ലായ്മയാണ് വലിയ പ്രശ്നം. ഇപ്പോൾ കോഴിക്കോട് വരാൻ പോകുന്ന എയിംസ് പോലുള്ള പദ്ധതി അല്ലെങ്കിൽ ഒരുപാട് പദ്ധതികളുണ്ട്. പരിസ്ഥിതി സൗഹൃദമായ ഒരുപാട് പദ്ധതികൾ വരാൻ പറ്റും. ആ സമയത്താണ് ഇത്രയധികം ഭൂമി ഇങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രാസിം സമരസമിതി ഈ മുദ്രാവാക്യം മാറ്റിപ്പിടിച്ചത്. നമ്മളിപ്പോൾ ഒരു സമരമായിട്ട് ഗ്രാസിമിൽ പുതിയ വ്യവസായം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഗ്രാസിം മാനേജിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പുതിയ പദ്ധതി കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെയും മാവൂരിലെ ജനങ്ങളെയും വഞ്ചിക്കുകയാണ് ഓരോ സമയത്തും. അപ്പോൾ അതുകൊണ്ട് ഈ വഞ്ചനയ്ക്ക് വർഷങ്ങളായിട്ട് മാവൂരിലൊരു തലമുറ തന്നെ ഇത് ഇവരെ പ്രതീക്ഷിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീക്ഷ ഞങ്ങൾക്ക് അറ്റ് ഇവർ സമരം വരുമ്പോൾ ഞങ്ങൾ പുതിയ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്, സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സർക്കാരിനെയും ജനങ്ങളെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇത്രയും കണ്ണായ ഭൂമി മാവൂരിന്റെ അങ്ങാടിയോട് ചേർന്നുള്ള ഈ 400 ഏക്കറോളം ഭൂമി ഇനി ഇങ്ങനെ ഇവരെ കബളിപ്പിക്കൽ നാടകത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഈ ഗ്രാസിം മാനേജ്മെന്റ് വിട്ടുപോകണം. ഈ ഭൂമി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എയിംസ് പോലുള്ള പദ്ധതികൾ അതല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കൂര വെക്കാൻ ഞങ്ങൾ അവസാനം പറഞ്ഞതാണ്. ഇവിടെ ഭൂമി
ഭൂമി വീടില്ലാത്ത ആളുകൾക്ക് ഭൂമി, ഒരു തുണ്ട് ഭൂമി, ഒരു അംഗനവാടിക്ക് 1 സെന്റ് 1.5 സെന്റ് ഭൂമി ചോദിച്ചിട്ട് അത് കൊടുക്കാൻ പാടില്ല എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. അപ്പോൾ ഈ ഭൂമി മാവൂർ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളെ ഡിമാൻഡ്. അതുകൊണ്ടാണ് ഗ്രാസിം മാവൂർ വിടുക. ആ ഒരു മുദ്രാവാക്യേ ഇനി മാവൂരിലെ ജനങ്ങൾ മുമ്പാകെ ഉള്ളൂ. ജനങ്ങളുടെ ഒരു എതിർപ്പ് മൂലമാണ് ഇല്ലാതായെന്നാണ് കമ്പനി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അല്ലേ? അങ്ങനെയായിരുന്നോ? ഇവിടുത്തെ ഒരു ജീവിതത്തെ മൊത്തത്തിൽ ബാധിച്ചിരുന്നോ? അതൊരു തെറ്റായ ഡിമാൻഡാണ് പറഞ്ഞത്. ഗോളിയോറൻസിനെ സംബന്ധിച്ചിട്ട് ഇവിടെ EMS ഇവിടെ ഈ കമ്പനിയോടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെയുള്ള ഞാനൊക്കെ ആ കമ്പനിക്ക് സ്ഥലം കൊടുത്ത ആളാണ്. ഇതുവരെ ഒരു തുച്ഛമായ വിലയ്ക്ക് കുറേ തൊഴിലാളികൾക്ക് ജോലി കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളൊക്കെ വെറുതെ എന്ന് പറഞ്ഞ പോലെ കൊടുത്തതാണ്. ആ സ്ഥലം ഒരു ദുരുപയോഗം ചെയ്ത് ബെർല മാനേജ്മെന്റ് അടിച്ചു പോയിക്കുകയും ഇവിടുത്തെ മാവൂരിലെ ജനങ്ങൾ വിട്ടുപോകേണ്ട സ്ഥിതിയിലേക്കാണ് വന്നത്. മാവിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഇൻഡസ്ട്രിയൽ പോലും ഇല്ല. ഇവിടെ ഗോളിയോറൻസിൽ മെറ്റീരിയൽസ് കൊടുക്കുന്നത് തുച്ഛമായ വിലയ്ക്കാണ്. കുറേ ജനങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്ന് കരുതി അന്നത്തെ സർക്കാർ ചെയ്തതാണ്. 1.5 പൈസയ്ക്ക് വെള്ളം, 2 പൈസയ്ക്ക് കറണ്ട്, 12 റുപ്യയ്ക്ക് മുള, അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ കൊടുത്തിട്ട് അവർക്ക് ലാഭം കൊയ്ത് അവർ ഇവിടുന്ന് പോവുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒന്നുകിൽ അവർ ഇവിടുന്ന് വിട്ടുപോകുക, അല്ലെ ഈ ഭൂമി ഇവിടെയുള്ള മാവൂരിലെ ജനങ്ങൾക്കോ കമ്പനി വിട്ടുപോയ ആൾക്കാർക്കും വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള ഒരു ഫാക്ടറി ഇവിടെ വരിക. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതിനുവേണ്ടി പുതിയൊരു സമരമുറ ഇവിടെ പറയുണ്ടായി. അതിൻ്റെ കൂടെ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. നിങ്ങൾക്കൊക്കെ ജോലി കിട്ടിയിരുന്നോ? ഇല്ല, ഞങ്ങളൊക്കെ അതിലൊരു കരാറ് സിസ്റ്റമാണ്. ഒരു 5000-ഓളം തൊഴിലാളികൾ ഇവിടെ സ്ഥിരമായിട്ടും അതിനോടനുബന്ധിച്ച് ഒരു 10,000-50,000 തൊഴിലാളികൾ പരോക്ഷമായിട്ടും ജോലി ചെയ്തിരുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ഒരു തൊഴിലാളിയായിരുന്നു ഞാനും. അങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് ഇല്ലാതെയായി കുറഞ്ഞമായ വേതനം തന്നുകൊണ്ടൊക്കെ ഞങ്ങൾ പിരിച്ചുവിടുകയുണ്ടായി. അപ്പോൾ ഈ മാനേജ്മെന്റ് ധാർഷ്ട്യം ഇല്ലാതാക്കി മാവൂരിൽ സർക്കാരുകൾ മുൻകൈ എടുത്തുകൊണ്ട് നല്ലൊരു ഫാക്ടറി ഇവിടെ വരാനുള്ള എല്ലാവിധ സംവിധാനം ഒരുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിരമിക്കൽ ആനുകൂല്യം കിട്ടിയിരുന്നു? കാരണം ഈ സ്ഥലം വിറ്റു, ചെറിയ തുച്ഛമായ പണത്തിന് കൊടുത്തു, പിന്നെ ജോലി ഉണ്ടായിരുന്നു, കരാർ അത് നഷ്ടപ്പെടുന്നു, പിന്നെ വലിയൊരു നഷ്ടപരിഹാരം അങ്ങനെയൊക്കെ കിട്ടിയോ? അങ്ങനെ ഞങ്ങൾ കരാർ തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു ESI കാർഡുള്ളവർക്കൊക്കെ അന്ന് 25,000 റുപ്യ കിട്ടിയത്. ഞങ്ങൾക്ക് അങ്ങനത്തെ ആ കരാർ സിസ്റ്റത്തിലുള്ള തൊഴിലാളികൾക്ക് അങ്ങനെ ഉള്ള ഒരു സംവിധാനം അന്ന് തന്നത്. പല രൂപത്തിലുള്ള സമരമുറകൾ ഞങ്ങൾ നടത്തിയിട്ടും അവസാന ഘട്ടത്തിൽ 25,000 റുപ്യ ഞങ്ങൾക്ക് തന്നുകൊണ്ട് പിരിച്ചുവിടുകയുണ്ടായി. ഇവിടെയാണ് വേറെ ഒരു വ്യവസായങ്ങളോ ഒരു ഇൻഡസ്ട്രിയിലും ഇതുവരെ വന്നിട്ടില്ല. അതിനുള്ള മാറി വരുന്ന സർക്കാരുകൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും വരാൻ ഈ ബെർല മാനേജ്മെന്റിന്റെ കടും പിടുത്തം കൊണ്ട് ഒന്നും ഇവിടെ വരാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഏത് സർക്കാർ വന്നാലും മാവൂരിലെ ജനങ്ങൾക്ക് നല്ലമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ബെർല മാനേജ്മെന്റും ഇവിടുത്തെ സർക്കാരുകളും മുന്നിട്ടിറങ്ങണം എന്നാണ് പറയുന്നത്. ഈ അന്ന് കമ്പനി അടച്ചു പൂട്ടിയപ്പം ജനിച്ച കുട്ടിക്ക് ഇപ്പം 24 വയസ്സായി അല്ലേ? 19 വയസ്സായി. അത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് മാവൂര് നല്ല പ്രതാപത്തിലായിരുന്നു. വാഹനങ്ങളും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു മാവൂര്. ഇപ്പം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് മാവൂര് വളരെ പിന്നിലാണ്. മുൻകാലങ്ങളിൽ പല UDFന്റെ പല രീതിയിൽ സമരങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പുതിയ വ്യവസായം വരും ഒരു ഉറപ്പൊക്കെ കിട്ടിയിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും നല്ല പ്രതീക്ഷയിലായിരുന്നു. പിന്നെ മാറി വന്ന സർക്കാർ ആ കാര്യങ്ങൾ മുന്നോട്ടെടുത്തില്ല എന്നുള്ളതാണ് യുവജന വിഭാഗം എന്നുള്ള ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഈ ഭാഗം ഒന്നും മുരടിച്ച് നിൽക്കാമല്ലോ, ഒരു വികസനം എത്താതെ ഒന്നും മുന്നോട്ട് പോകാൻ അറിയാത്തൊരു ഒരു വികസനം വരുന്നില്ല. പുതിയ സംരംഭകരാരും, അതായത് ഷോപ്പിൽ ഓരോ വ്യവസായങ്ങളും മറ്റതും തുടങ്ങാൻ ആരും മുന്നോട്ട് വരുന്നില്ല. മാവൂരിന്റെ ഹൃദയഭാഗം നമ്മൾ ഗോളിയോറൻസിന്റെ കയ്യിലാണ്. അതാണ് മാവൂരത്തെ മെയിൻ ശാപം. അതാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നമല്ലേ? ഈ ഭൂമി മൊത്തം കമ്പനിയുടെ കയ്യിൽ നിൽക്കുന്നു, മറ്റൊരു കാര്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ ഭൂമിയില്ലാത്ത അവസ്ഥ. ഈ നഗരം മറ്റിടങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കി കോഴിക്കോട് മറ്റിടങ്ങളൊക്കെ വലുതായി മുന്നോട്ട് പോയി. ഈ ഭാഗം ഒരു മരവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാവൂരിന്റെ ഹൃദയഭാഗം ഷമീർ പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാം. മാവൂരിന്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞ ഭാഗമാണ് ഈ ഭാഗം. ആ ഭാഗത്തുള്ള മൊത്തം ഭൂമികൾ ഗ്രാസിമിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ മാവൂർ അങ്ങാടിയിലേക്ക് ആളുകൾ ഇറങ്ങാനില്ല. അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ 10,000-കണക്കിന് ആളുകൾ അവിടെ നിന്ന് മാവൂർ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയും ഒരു കാലത്ത് മാവൂർ അങ്ങാടി ഏതു നേരവും ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇവിടെ ഇന്ന് 8 മണി കഴിയുമ്പോഴേക്കും മാവൂർ അങ്ങാടി
ഉണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. എന്താ വെച്ചാൽ ഒന്നാമത് മാവൂരേക്ക് ഇറങ്ങാൻ ആളുകളില്ല. മാവൂരിന്റെ മെയിനായിട്ട് സ്ഥലം ഗ്രാസീമിന്റെ കയ്യിലും ബാക്കിയുള്ള സ്ഥലം വെള്ളക്കെട്ടുമാണ്. അങ്ങനെ മാവൂര് വലിയൊരു പ്രയാസത്തിലാണ് മാവൂര് നിൽക്കുന്നത്. ഈ ജനവാസ കേന്ദ്രങ്ങളോ അപ്പാർട്ട്മെന്റുകളോ ഒന്നും വരാനും ഇടവില്ല അല്ലേ? ഒന്നും വരാനുള്ള സ്ഥലവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ മൊത്തം ഗ്രാസിമിന്റെ കയ്യിൽ. നിങ്ങൾ തന്നെ പോയി ഈ കുളിമാട് റോഡിന് പോയി കഴിഞ്ഞാലും കെട്ടാങ്ങൽ റോഡിന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം. കുളിമാട് റോഡിന് പോയി കഴിഞ്ഞാൽ വലതുഭാഗത്തും ഇടതുഭാഗത്തും മൊത്തം ഗ്രാസിമിന്റെ കയ്യിലാണ്. മാവൂരിന്റെ ഹൃദയഭാഗമാണത്. അത് കഴിഞ്ഞ് നമ്മൾ കെട്ടാങ്ങൽ ഭാഗത്തേക്ക് പോയി നോക്കുക. കെട്ടാങ്ങൽ റോഡ് പോയി വലതുഭാഗം മൊത്തം അവരുടെ കയ്യിലാണ്. അത് മാവൂരിന്റെ മറ്റൊരു ഹൃദയഭാഗമാണ്. അങ്ങനെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും മൊത്തം ഗ്രാസിമിന്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തില്ല, ഒന്നും വേണ്ട, ഇനിയൊരു വ്യവസായവും ഒന്നും തന്നില്ലെങ്കിലും ഒരു 500-1000 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ഒരു അവസരം കൊടുക്കുക. അവിടെ 500-1000 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ അവസരം കൊടുത്താൽ ആ 1000 കുടുംബങ്ങൾ വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 2000 ആൾ മാവൂരിറങ്ങാനുണ്ടാവും. മാവൂരുള്ള കച്ചവടക്കാരെല്ലാവരും കഴിച്ചിലാവും. മാവൂർ ഒരു പുതിയൊരു കച്ചവടക്കാർ ഒരു പുതിയ ഷോപ്പ് തുറക്കാനോ അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാനോ ഒന്നിനും ആരും തയ്യാറാവുന്നില്ല. ഇപ്പോൾ തയ്യാറായവർ തന്നെ പൂട്ടിപ്പോയി. ഇപ്പോൾ മാവൂരിലെ കച്ചവടക്കാരോട് ചോദിച്ചാൽ നമുക്കറിയാം, വളരെ തുച്ഛമായ വരുമാനം വെച്ചിട്ടാണ് അവർ എന്താ പറയുക നുള്ളിപ്പെറുക്കി വെച്ചിട്ടാണ് അവർ വാടകയും അതുപോലെ കറണ്ട് ബില്ലും കൊടുത്ത് പോകുന്നത്. ഇതിനെല്ലാം കാരണം എന്താണ്? ഒറ്റ വാക്കുള്ളൂ, മാവൂരിന്റെ ഹൃദയഭാഗം ഗ്രാസിമിന്റെ കയ്യിലാണ്. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഗ്രാസിം എന്നതിന് ഓരോ പ്രാവശ്യം ഈ സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് വളരെ പ്രതീക്ഷയാണ് ഒരു ജോലി വരും എന്നുള്ളത്. എന്നാൽ വളരെ വലിയ വഞ്ചനയാണ് ഈ ഗ്രാസിം കാട്ടിക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ പ്രധാനപ്പെട്ട ഹൃദയഭാഗങ്ങളിൽ ഒരുപാട് ഐറ്റോ മറ്റ് കൊണ്ടുവരുമെന്നുള്ള മോഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയാണ്. കാരണം ഒരുപാട് തൊഴിലധിഷ്ഠിതമായ വിദ്യാർത്ഥികൾ ഇവിടെ ഒരുപാടുണ്ട്. എന്നാൽ അവർക്കൊക്കെ പ്രതീക്ഷകളാണ് നഷ്ടപ്പെടുത്തിയാണ് ഈ സർക്കാർ ഈ മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി 360 ഏക്കർ അടക്കുന്നത് മാവൂരിന്റെ ഹൃദയഭാഗങ്ങളാണ്. ആ ഹൃദയഭാഗത്തുള്ള സ്ഥലം എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക്, ഈ മാവൂരിലെ ജനങ്ങൾക്ക് വിട്ടു നൽകുക. കാരണം ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, വീടില്ലാത്തവർക്ക്. അവർക്കെങ്കിലും വീട് വെക്കാനെങ്കിലും ഒരു അവസരം വേണം ഉണ്ടാക്കി വെക്കും. രണ്ടാമത് പറയാനുള്ളത്, ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് മറ്റുള്ള മറ്റു പകുതി ഭാഗങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇൻഡസ്ട്രിയിൽ അതായത് ഇവിടെ തൊഴിലാളികൾ അഥവാ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലിയില്ലാതെ അതെന്തെങ്കിലും ഒരു IT മേഖലയായിട്ട് കൊണ്ടുവരണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഈ പരിസ്ഥിതി സൗഹൃദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? അതെ, പരിസ്ഥിതി അങ്ങനത്തെ വ്യവസായം വരണം നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വ്യവസായം വരണം. അത് IT ആണെങ്കിൽ IT ഏത് രീതിയിലായിരുന്നു. ഇപ്പോൾ കമ്പനി തൊട്ട് ചേർന്ന് നിൽക്കുന്ന ചാല പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ പുഴക്ക് മുമ്പൊക്കെ തന്നെ ഗ്രാസിം നടത്താൻ പിന്നെ പുഴയിലൊക്കെ മാലിന്യങ്ങൾ ഒഴുക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു പഴയ കേരള മാനേജ്മെന്റ് ചെയ്യുന്നത്. അത്തരത്തിൽ അത് ഒഴിവാക്കിയിട്ട് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഇപ്പോൾ യുവാക്കൾക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരണം. അതായത് കാരണം IT പരമായിട്ടുള്ള എന്തെങ്കിലും ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ ടെക്നോളജി സംബന്ധിച്ച് എന്തെങ്കിലും കൊണ്ടുവരാനാണ് നമ്മുടെ നാട്ടുകാരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം പഴയ രീതിയിലൊക്കെ ഒരു മുമ്പ് പറഞ്ഞത് മലിനീകരണം നടത്തി ക്യാൻസർ തുടങ്ങി ഒരുപാട് മാരകമായ അസുഖങ്ങൾ വന്ന് അതുകൊണ്ടാണ് ഇത് അടക്കുന്നത് ഒരു പ്രചരണം ഉണ്ടാക്കി. അതേപോലെ തന്നെ അസംസ്കൃത ഇതിന് അനുയോജ്യമായ സാധനങ്ങൾ മെറ്റീരിയൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് മുൻപ് അടച്ചിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ആ സാഹചര്യമൊക്കെ മാറി. ഇപ്പോൾ പുതിയ തലമുറക്ക് വന്ന് IT പരമായിട്ട് വിദ്യാഭ്യാസപരമായ ആളുകൾ വന്നത്. അപ്പോൾ സ്വാഭാവികം അത്തരത്തിലുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കമ്പനിയുടെ ഒരു നടത്തിപ്പ് ലാഭകരമായിരുന്നോ അതോ അവർ നഷ്ടത്തിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്നോ? ഇവിടുത്തെ പ്രോഡക്റ്റ് എന്തായിരുന്നു? അത് സംബന്ധിച്ചൊരു നല്ല കാലം ഉണ്ടായിരുന്നോ ഈ കമ്പനിക്ക്? അതോ കമ്പനി വലിയ രീതിയിൽ പണം ഉണ്ടാക്കിയിട്ടാണോ പിന്മാറിയത്? കമ്പനി ഇതിന്റെ 100 ഇരട്ടി ലാഭമായിട്ടാണ് പോയത്. 42% ബോണസ് കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. ലാഭത്തിന്റെ 42% ബോണസായി വിതരണം ചെയ്ത് കേരളത്തിൽ സർക്കാർ ജോലി ഒഴിവാക്കിയിട്ട് ഗ്രാസിമിൽ ജോലി വന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അറിയുന്ന ആളുകൾ, അധ്യാപകരായിട്ടുള്ള ആളുകൾ, എഞ്ചിനീയേഴ്സ്, ഇവർക്ക് ഇവിടെ ജോലി, അത്രയും അട്രാക്ഷനുള്ള ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. സ്കൂള് ഏറ്റവും കേരളത്തിൽ 100% വിജയം SLCക്ക് കിട്ടുന്ന ഒരു സ്കൂൾ ഇതിനകത്തുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അത് പൊളിച്ചു പോയി.
അപ്പോൾ ഏറ്റവും ലാഭകരമായി ഇവർ കൊണ്ടുപോയി. പിന്നെ ഇത് ലാഭകരമല്ല എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ഇവർ ഇതിന് ഷട്ട് ഡൗണിലേക്ക് പോയത്. അവർ ഇവിടെ പൂട്ടിയതിന് ശേഷം സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലുള്ള പോർട്ടബിൾ ആയിട്ടുള്ള മെഷീനറി ഷിപ്പിൽ വെച്ച് നിർമ്മാണം, ഷിപ്പിൽ അവിടെ ധാരാളം മെറ്റീരിയൽസ് കിട്ടും, റോ മെറ്റീരിയൽസ് കിട്ടും, മാലിന്യ പ്രശ്നമില്ല. ഷിപ്പിൽ വെച്ച് ഇതേ പൾപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് ടെക്നീഷ്യൻസിനെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ലാഭകരമായ ഒരു വേറെ മേഖല കണ്ടെത്തിയപ്പോൾ അവർ ഇത് വിട്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നാട്ടുകാരുടെ സമരമോ പൊല്യൂഷനോ അല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. സ്ഥലമൊട്ട് വിട്ടു തരുന്നില്ല. അവിടെ തന്നെ അവർക്ക് വേറെ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്, അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാവൂർക്കാരുടെ ഭൂമി, മാവൂരിൽ ഒരു ഗവൺമെൻറ് ആർട്സ് കോളേജ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു ആർട്സ് കോളേജ് കൊടുത്ത സമയത്ത് മാവൂർ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നപ്പോൾ 5 ഏക്കർ ഭൂമി എടുക്കാൻ നമ്മളെ കയ്യിലില്ല. ഇപ്പോൾ PHC, മാവൂരിൽ PHC ഇല്ലാത്ത കേരളത്തിലെ അപൂർവ പഞ്ചായത്തുകളാണ് മാവൂർ. PHC കൊടുക്കാൻ നമുക്ക് സ്ഥലമില്ല. ഫയർ സ്റ്റേഷന് സ്ഥലമില്ലായിട്ട് ഇപ്പം പഞ്ചായത്തിന്റെ ഹെൽത്ത് സെന്ററിന്റെ ഭൂമിയിലാണ് ഫയർ സ്റ്റേഷൻ താൽക്കാലികമായി പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു 10 സെന്റ് ഭൂമി പോലും ഒരു തവണ ഈ പ്രദേശത്ത് ഞാനിവിടെ മെമ്പറായിരുന്ന 2010 ഇവരെ ഭൂമിയോട് ചേർന്ന് ഒരു 3 സെന്റ് ഭൂമി അംഗനവാടി തുടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് തരാത്ത ആളുകളാണ്. 3 സെന്റ് ഭൂമി അംഗനവാടി തുടങ്ങാൻ തരാത്ത ആളുകൾ ഈ നാട്ടിലെ ജനങ്ങളെ 360 ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഞങ്ങൾ സമരസമിതി വ്യക്തമായിട്ടുള്ള സമരങ്ങളുമാണ് മുന്നോട്ട് പോകുന്നത്. 3 ഘട്ടം സമരങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒന്ന് രാപ്പകൽ സമരം നടത്തി, വലിയ രീതിയിൽ MLA അടക്കം MP അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത് രാപ്പകൽ സമരം നടത്തി. 1000-ഓളം ആളുകൾ പങ്കെടുത്ത ബഹുജന കൺവെൻഷൻ നടന്നു. അതിനുശേഷം നമ്മൾ ഗ്രാസിം ഓഫീസിൽ, ഇപ്പോഴുള്ള ഓഫീസിലേക്ക് ഒരു മാർച്ച്, ഏകദേശം 2000-ഓളം ആളുകൾ പങ്കെടുത്ത മാർച്ച് സംഘടിപ്പിച്ചു. 4ാം ഘട്ടം നമ്മൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വ്യക്തികളെ കൊണ്ടുവന്നിട്ടുള്ള കോഴിക്കോട് നഗരത്തിൽ സെമിനാർ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതിനിടക്കാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ശക്തമായ സമരങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഈ സർക്കാർ VS സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു അല്ലേ? പിന്നീട് അതിൽ നിന്ന് പിന്നെ സർക്കാരുകൾ മാറി ഞങ്ങൾ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല. മാറി മാറി വരുന്ന സർക്കാരുകളെ ഇവർ വഞ്ചിക്കുകയാണ്. അത് വഞ്ചന ഇവർ അറിഞ്ഞുകൊണ്ടുള്ളതാണോ അറിയാത്തതാണോ നമുക്കറിയില്ല. ഗവൺമെന്റിനെ വഞ്ചിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ബെർള മാരേജ് മുന്നോട്ട് പോകുന്നത്. ബെർളയെ സംബന്ധിച്ചിടത്തോളം 100 പേജ് പുസ്തകത്തിൽ ഒരു പേജ് ആയിരിക്കും. മാവൂരിനെ സംബന്ധിച്ചിടത്തോളം മാവൂർ ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. മാവൂർ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാവൂർക്ക് അങ്ങാടി ഓരോ ദിവസവും മാവൂർ അങ്ങാടിയിൽ ഓരോ കച്ചവടക്കാരനും പൂട്ടി പോകുന്ന അവസ്ഥ. ചെറുതൊരു കാര്യം വാങ്ങാൻ ആളില്ല, ആളുകളിൽ പൈസ ഇല്ല, ആളുകൾക്ക് ജോലിയില്ല, യുവാക്കൾക്ക് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഈ പ്രദേശം, ഈ ജില്ലയിൽ ഏറ്റവും ഒരു വരണ്ട് ഉണങ്ങിയ പ്രദേശമായി മാവൂർ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. ഈ പോരാട്ടം ഇനി ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത് ഇതിനൊരു തീരുമാനം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ സമരമാണ് ഇപ്പോൾ 2 ഘട്ടം കഴിഞ്ഞ് 3 ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇലക്ഷൻ വന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടുത്തെ യുവാക്കളെയും എല്ലാവരെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് മൊത്തം ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുകയാണ്. ആ പോരാട്ടത്തിന് എല്ലാവരും സഹായ സമരം ഉണ്ടാവണമെന്നാണ് നമുക്ക്. മാനേജ്മെന്റ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങളോട്? മാനേജ്മെന്റ് ഇങ്ങനത്തെ ഒരു സമരം തുടങ്ങി, ഏത് സമരമാണോ സമരം സ്റ്റാർട്ട് ചെയ്യുമ്പം ആ സമരം തുരങ്കം വെക്കാനുള്ള പദ്ധതികൾ മാനേജ്മെന്റ് കൊണ്ടുവരും. അതിന് കുറഞ്ഞ രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയക്കാർ കുറ്റം പറയില്ല, ചില ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സെമിനാറുകളോ അല്ലെ മറ്റുള്ള മീറ്റിങ്ങുകളോ വെച്ചുകൊണ്ട് കമ്പനി പുതിയ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ആ പദ്ധതി ഇങ്ങനെ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്, അത് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് 10-23 വർഷം ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച്. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇനി വരെ വ്യവസായം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇനി വ്യവസായം വേണ്ട, ഗ്രാസിം മാവൂർ വിട്ടുപോയാൽ മതി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ കാരണം ഈ ജനങ്ങൾ 23 വർഷമായിട്ട് മാവൂരിലെ ഒരു തലമുറനെ വഞ്ചിക്കായിരുന്നു ഈ ബെർള ഫാക്ടറി. നിങ്ങളുടെ തലമുറയോ പോയി അല്ലെ, ഈ കമ്പനിക്ക് ചുറ്റും നടന്ന് പോയി. ഇനിയിപ്പം അടുത്ത തലമുറ, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇത് ഗുണം വരണമെന്നാണോ നിങ്ങളുടെ? അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വരും തലമുറയ്ക്ക് ഇവിടെ ധാരാളം വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ആ വിദ്യാഭ്യാസമുള്ളവർക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുക്കാൻ ഈ ബെർള മാനേജ്മെന്റ് വിചാരിച്ചാൽ സാധിക്കും. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാലും സാധിക്കും. ഇവിടെ എത്രയോ വിദ്യാർത്ഥികൾ ഉന്നത തലത്തിൽ ജോലി ചെയ്തിട്ട് മറ്റു മേഖലയിലേക്ക് പോകും, ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ ബെർളയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു IT മേഖല, ഫാക്ടറി, ഇവിടെ പൊല്യൂഷൻ ഇല്ലാത്ത ഒരു IT മേഖല വന്നോട്ടെ, അതിന് ഞങ്ങൾ 100% അത് ഞങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യവസായം ഇവിടെ വരാതെ ഇനി ഇവിടെ നാട്ട് മുന്നോട്ട് പോകാൻ ബെർളയെ സാധിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത ഭൂമി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. തുച്ഛമായ വിലക്കാണ് അന്ന് തന്നത്. ഞങ്ങൾ ആ ഭൂമി എടുത്ത് തിരിച്ചു തരിക. ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പനിയിൽ കുറേ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളും ബെർള മാനേജ് ചെയ്യണം. പല രൂപത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ഏരിയ ഇവിടെ ഉണ്ട്. വെള്ളത്തിന് വെള്ളം, നല്ല വെള്ളം, ചാലിയാർ പുഴ നല്ല ശുദ്ധമായ വെള്ളം. ഒരു കാലത്ത് അവർ ഈ ചാലിയാർ പുഴ മലിനീകരണപ്പെടുത്തി അതൊക്കെ നാട്ടുകാർ സഹിച്ചതാണ്.
ഇനി ഇവിടുന്ന് സഹിക്കാൻ കഴിയില്ല. ഇതിന്റെ മുന്നോടിയായിട്ടാണ് ഒരു സമരമുറ അവിടെ ഉണ്ടായത്. ലിക്കർ വെള്ളം വന്ന് പുഴയിലെ വെള്ളം ആകെ നാശമായിട്ട് പലജാതി രോഗങ്ങളും വന്ന് അതിന്റെ പേരിൽ പിന്നെ അവർക്ക് ലാഭം കുറയും, അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സമരമുഖരയിലേക്ക് എത്തിച്ച് ഇവിടത്തെ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കാണ് ഉണ്ടായത്. കേരള മാനേജ്മെന്റ് എന്നും ലാഭം ഉണ്ടായിട്ടുള്ളൂ, ഇവിടുത്തെ നാട്ടുകാർക്ക് എന്നും നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. കുറേ രോഗങ്ങളും മറ്റും വന്ന് ഇവിടെ കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എന്നാലും വരും തലമുറയ്ക്ക് ഇനിയെങ്കിലും ഇത്രയും സ്ഥലം ഇവിടെ ഉള്ളത് കൊണ്ട് നല്ലൊരു IT മേഖല തുടങ്ങാനുള്ള മേഖല ഇവിടുത്തെ സർക്കാരുകൾ മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഇതിന് ഞങ്ങൾ UDF ശക്തമായ ശ്രമങ്ങൾ ആരംഭിച്ച് കുറേ വർഷങ്ങളായി. ഞങ്ങളുടെ കാലത്ത് ഒടുവിൽ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു വ്യവസായ മന്ത്രി. അന്നൊരു ഇലക്ട്രോണിക്സ് പാർക്ക് കൊണ്ടുവരാനുള്ള പ്രപ്പോസൽ വന്നു. പിന്നെ ഗവൺമെന്റ് മാറി. ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഇത് എത്രയോ ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റാൻ കഴിയാവുന്ന പ്രദേശമാണിത് ഗോൾഡ് റൈൻസ്. അത് സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്ന ഒരു കുറ്റകരമായ അനാസ്ഥയുണ്ട്. അവിടെ ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്ന പ്രപ്പോസൽ ഇലക്ട്രോണിക്സ് പാർക്കാണ്. ആ പാർക്ക് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ IT സെക്ടർ ആയിക്കോട്ടെ, പക്ഷെ അതിനൊന്നും തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, അതിന് മുൻകൈ എടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുള്ള കാര്യമാണ്. ആ ലാൻഡിനെ കുറിച്ച് പോലും ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ ലാൻഡ് കൊടുക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്, വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തിരിച്ചു കൊടുക്കണം. പക്ഷെ കൊടുത്തില്ല. ആ ഭൂമി ഇപ്പോഴും കിടക്കാണ്. ആ ഭൂമി തിരിച്ചെടുക്കാൻ പോലും സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഈ സംസ്ഥാന ഗവൺമെന്റ് ആശ്രയിച്ചിട്ടാണ് ഈ കാര്യം കിടക്കുന്നത്. ഭൂമി കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലമാണ് അല്ലെ? അവർ 1-2 ഉദ്യോഗസ്ഥരെ മാത്രം നിലനിർത്തിക്കൊണ്ട് അതിന്റെ പ്രൊസഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതെ, അതാണ് സംസ്ഥാന ഗവൺമെന്റാണ് ഇത് തിരിച്ചെടുക്കേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. ഈ ഭൂമി ഏറ്റെടുക്കണ്ടേ? ഗവൺമെന്റ് ഒന്നുകിൽ ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ ബിർളയെ കൊണ്ട് അവിടെ സ്ഥാപനം കൊണ്ടുവരിക. ഇത് രണ്ടുമില്ല. തീർത്തും സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ വൻ പരാജയമാണ്. കമ്പനി പുതിയ വ്യവസായം ഈ മണ്ണിൽ ആരംഭിക്കുക എന്നതായിരുന്നു ഒരു ഘട്ടത്തിൽ നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ കമ്പനി നാട് വിടുക, മറിച്ച് സർക്കാർ ഭൂമി ഏറ്റെടുത്ത് എന്തെങ്കിലും പരിസ്ഥിതി സൗഹൃദമായ വ്യവസായങ്ങൾ തുടങ്ങണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ഞാനിവിടെ ചോദിക്കാൻ സമ്മതിക്കുന്നു.